പറയുന്നത് നമ്മുടെ സുക്രണനാണ്. മെയിനായിട്ട് നമ്മുടെ സുക്രണൻ, ദ മാൻ ഹു ബിൽറ്റ് എ ഡിജിറ്റൽ എംപയർ ബിഫോർ he turned 25. The story of Mark Zuckerberg from dawn room idea to global architect. സുക്രനാണ് സുക്രനാണ് 2003 ആക്ച്വലി ഇത് ബിഗാൻ ചെയ്തതും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ. അതായത് എ വെബ്സൈറ്റ് ടു റേറ്റ് ക്ലാസ്മേറ്റ്സ്. ഒരു വെബ്സൈറ്റ് ആണ് ആക്ച്വലി ക്ലാസ്മേറ്റ്സിനെ റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം. എന്താ പറയുക, ആ ഒരു സാധനം ആ ഒരു ക്യാമ്പസ് മുഴുവൻ വളരെയധികം ക്രാഷ്ഡ് ആക്കി എന്നുള്ളതാണ്. വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്മോൾ ഐഡിയ ആയിരുന്നു ആ ഒരു പരിപാടി, സുക്രണന്റെ ആ ചെറിയൊരു പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ആ പുള്ളി അതിനൊരു ഇത് പേരുണ്ട്, അതിന്റെ പേരാണ് ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് ഓക്കെ. അതായത് ഫ്രണ്ട്സ്, പ്രൊഫൈല്, കണക്ഷൻസ്, ആ ഒരു ഹാർവേഡിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് കണക്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് അണ്ണൻ എന്താ പറയുക ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നതെന്ന് പറയുന്നത്. അതായത് കോളേജിൽ എല്ലാവരും തന്നെ ആക്ച്വലി ഇതിനകത്ത് ജോയിൻ ആയിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ ആ ഒരു എലാബറേഷൻ എന്ന് പറയുന്ന പരിപാടി നടത്തുന്നത്. സുക്രണന്റെ ഓരോരോ ഐഡിയാസ്. അതായത് സുക്രണൻ അങ്ങനെ ഡ്രോപ്പ് ഔട്ടായി. ഇതിന്റെ ആ ഒരു ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ഡ്രോപ്പ് ഔട്ട് ആയെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പുള്ളി നേരെ സിലിക്കൻ വാലിയിലേക്ക് പോകുന്നത്. അതായത് കുറച്ച് കോഡും പിന്നെ കുറച്ച് കൺവിക്ഷൻ. ഇറ്റ്സ് ഓൾ അബൌട്ട് കൺവിക്ഷൻ. അത് മാത്രമാണ് അതിനടുത്ത് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ എന്താ പറയാ സുക്കണ്ണന്റെ അടുത്ത് എന്ന് പറയുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇതാക്കിയത്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞത് ആർക്കും ഇമാതിരി ഒരു സോഷ്യൽ സൈറ്റ് ഒക്കെ ആവശ്യമുണ്ട്, ആരുപയോഗിക്കും ഇതൊക്കെ. പക്ഷേ പുള്ളി പറഞ്ഞു വി നീഡ് കണക്ഷൻസ്, വി നീഡ് കണക്ഷൻസ്. അണ്ണന്റെ ഓരോരോ പരിപാടികളെ ആദ്യം റെഫ്യൂസ് ടു സെൽ. അതായത് ഇഷ്ടംപോലെ കമ്പനികൾ ഇത് ചോദിച്ചായിരുന്നു, ബട്ട് അണ്ണൻ നെവർ നെവർ നെവർ. അതായത് യാഹു ഒക്കെ ആക്ച്വലി ഈ ഒരു കമ്പനി ചോദിച്ചായിരുന്നു. അതായത് യാഹു നമ്മുടെ യാഹുവിന് വിൽക്കാൻ വേണ്ടി ഗൂഗിളിന്റെ ഫൗണ്ടേഴ്സ് ആക്ച്വലി അത് യാഹുവിന് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ബട്ട് അത് യാഹു ഒരിക്കലും അത് അത്രയും പൈസക്ക് $1 ബില്യന്റെ താഴെയാണെന്ന് എനിക്ക് തോന്നുന്നത്, അത്രയും പൈസക്ക് എടുക്കൂലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് യാഹു അടുത്ത് ഫേസ്ബുക്ക് അക്യൂർ ചെയ്യാനായിട്ടൊക്കെ അക്യൂർ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. കാരണം ഒന്ന് കേട്ടു പോയല്ലോ, പിന്നെ വേറെ ഒന്നും കൂടെ കിട്ടണമോ എന്ന് വിചാരിച്ച് അങ്ങനെ ശ്രമിച്ചിരുന്നു, ബട്ട് നടന്നില്ല. അതാണ് വേറൊരു കാര്യം. The platform exploded. Billions of users, Instagram, WhatsApp, new frontiers. ഒന്ന് ഓർത്ത് നോക്ക്, എന്താ പറയാ, ആ ഒരു ഫേസ്ബുക്ക് ഇങ്ങനെ എക്സ്പ്ലോഡ് ആയിപ്പോയി. അതാണ്. ബട്ട് കോൺട്രവേഴ്സീസ് ഫോളോഡ് പ്രൈവസി, ഡാറ്റ ലീക്സ്, ഗ്ലോബൽ സ്കൂട്ടണി. അണ്ണന് ഭയങ്കര സീനാണ്. അണ്ണൻ ഈ ഒരു കാര്യത്തിലൊന്നും അത്ര കൺസേൺ അല്ല. പ്രൈവസിന്റെ കാര്യത്തിൽ, ഡാറ്റ ലീക്സിന്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ ഗ്ലോബൽ സ്കൂട്ടണിന്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ ഈ അടുത്ത് അണ്ണനൊരു പരിപാടി ചെയ്ത്, അണ്ണൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ AI മോഡൽസിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി ആക്ച്വലി പോൺ വീഡിയോസ് ഉണ്ട്. ഈ പോൺ വീഡിയോസ് എന്താ പറയാ ഒതന്റിക്കേഷൻ, അതായത് അതിന്റെ സൈറ്റുകളുടെ അതോറിറ്റി ഉണ്ടല്ലോ, അവന്മാരുടെ അടുത്ത് നിന്ന് ഒതന്റിക്കേഷൻ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അണ്ണനെതിരെ ഈ അടുത്ത് കേസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറെ നല്ല വേട്ടല പരിപാടികൾ അണ്ണന്റെ ഇവിടെ ഉണ്ടാവും കേട്ടോ. 2019 ഫേസ്ബുക്ക് പബ്ലിക്കിന്റെ അടുത്തേക്ക് പോയത്. അതായത് നിങ്ങളൊന്ന് വിചാരിക്കുന്ന ഒരു റൂമിൽ ഇരുന്ന് ചെയ്ത ഒരു പരിപാടിയാണ്. എന്താ പറയാ, ഇത്രയും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വലിയൊരു കമ്പനി ആയിട്ട് ആക്ച്വലി മാറിയെന്ന് പറയുന്നത്. അതായത് 2012 സാധനം പുറത്തു വെക്കും, ആൾക്കാരെല്ലാം വളരെയധികം ക്യൂരിയസ് ആയിരുന്നു എന്താണ് ഹാപ്പൻ ചെയ്യുന്നതെന്നെല്ലാം. അവരിങ്ങനെ ഹാപ്പൻ ചെയ്യാൻ പോകുന്നതെന്ന് അവരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അണ്ണൻ അടുത്തൊരു സ്റ്റാർട്ടപ്പ് ഫീൽഡ് ഇറക്കി എന്നുള്ളതാണ് മെറ്റ. അതായത് ആ ഒരു കമ്പനിക്ക്, ഫേസ്ബുക്കിന്റെ കമ്പനീനെ മെറ്റ എന്ന് പറയുന്ന ഒരു പാരന്റ് കമ്പനി ആയിട്ട് മാറ്റി. അതേപോലെ തന്നെ ഇവരൊരു സോഷ്യൽ മീഡിയ പരിപാടി അതൊന്നും ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓൾ അബൌട്ട് കണക്ഷൻസ്. അതായത് എല്ലാവരെയും കുറച്ചും കൂടി ബന്ധിപ്പിക്കണം. അതായിരുന്നു അണ്ണന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. ദാറ്റ് ഫ്രോണ്ടിയർ വാസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതായത് ഒരു AI ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയാണ് ഇഷ്ടം പോലെ പൈസയാണ് ഇങ്ങനെ പൊട്ടിച്ച് ഈ അടുത്ത് ഇഷ്ടംപോലെ ആൾക്കാർ ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ ഈ ലാമോളസ് ഒക്കെ ഒരു പരാജയമായ സമയത്ത് പുള്ളിന്റെ അടുത്ത് നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങി പോവുകയും ചെയ്തു. അതായത് ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ പുള്ളി ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അതിന്റെ ലാസ്റ്റത്തെയാണ് ഈ സ്കെയിലിന്റെ ഉള്ളിലൊക്കെ പുള്ളി ഇങ്ങനെ എടുത്ത് ഇതാക്കിയിരിക്കുന്നതാണ്. AI become part of your life, not just another tool. സത്യം, അതൊരു പാർട്ട് ഓഫ് ദ ലൈഫ്.
ആണ്. ഓ, അണ്ണന്റെ മറ്റേ പുതിയ റെയ്ബാൻ ഗ്ലാസ്, പിന്നെ അതേപോലെ തന്നെ മെറ്റേന്റെ വിഷൻ പ്രോ, അങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ എന്താ പറയാ, അണ്ണന്റെ പുതിയ നല്ല നല്ല കണ്ടുപിടുത്തങ്ങളാണ്. മെറ്റ ഇൻവെസ്റ്റ് ഇൻ ബില്യൺസ് ഇൻ സൂപ്പർ ക്ലസ്റ്റർ ഡാറ്റാ സെന്റേഴ്സ് aims to fully automate and art creation by 2026. ഇനി ആർട്ട് ക്രിയേഷൻ എന്ന് പറയുന്നത് ഫുൾ ഓട്ടോമേറ്റ് ആവും 2026 വരെ ആകുമ്പോഴത്തേനും. അതായത് ഇഷ്ടംപോലെ ഡാറ്റ സെന്റേഴ്സ്, അതായത് ഇപ്പം നമ്മളൊന്ന് ഓർത്ത് വെക്കുക, ഗ്രോക്ക്, അതേപോലെ തന്നെ ജെമിനിയുടെ, ഗൂഗിളിന്റെ, അതേപോലെ ക്ലൗഡിന്റെ, പിന്നെ ഏതാ ചാറ്റ് ജിപിടിന്റെ, ഇതിന്റെ ഒക്കെ ഡാറ്റ സെന്റേഴ്സ് ഇങ്ങനെ ഇഷ്ടം പോലെ പൊട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ മെറ്റന്റെ അങ്ങനെ ഒരു മെജോറിറ്റി, ഒരു വലിയൊരു ഇത് അനൗൺസ്മെന്റ് വന്നിട്ടില്ല ഡാറ്റാ സെന്റേഴ്സിന്റെ എന്ന് പറയുന്നത്. അതായത് ഇതെല്ലാം കൊണ്ടും മണ്ണിങ്ങനെ ബിഗ് ആൻഡ് ബിഗ് ആയിട്ട് ബിഗ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. The future he's building, A that arguments you, A that partners with you, A that understand complex emotion and environment. Guys, നിങ്ങൾക്ക് എന്താണ് അണ്ണനെ കുറിച്ച് അറിയാവുന്ന, കുറച്ചും കൂടി നന്നായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സിനിമ ഉണ്ടാവുന്നത് നമ്മുടെ ടി.വി. ഫിഞ്ചറിലെ അല്ലാതെ കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ അറിയാം. അതും ഇതാക്കിയില്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആക്ച്വലി ബുക്ക് ഉണ്ട്, സോഷ്യൽ നെറ്റ്വർക്ക് ബുക്ക് ഒക്കെ ഇവിടെ സോഷ്യൽ നെറ്റ്വർക്ക് ബുക്കാണ് കൂടാ. സോഷ്യൽ നെറ്റ്വർക്ക് ബുക്കില്ലേ? A book adaptation, yes, the social network is an adaptation of the accidental billionaire by Ben Mesrich. ഓക്കെ, അതാണ് ആക്സിഡന്റൽ ബില്യണയർ, അതാണ് സാധനം. കണ്ടില്ലേ ഈ ഒരു പുസ്തകം? യെസ്, നിങ്ങൾക്ക് വാങ്ങിച്ച് വായിക്കാവുന്നതാണ്. Mark Zuckerberg did not just build a social release within the chapter for tomorrow. യപ്പ്, അതൊരു സത്യം തന്നെയാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത്. ബട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, അങ്ങനത്തെ പല രീതിയിലുള്ള കേസുകൾ വന്നിട്ടുണ്ട്. ന്യൂഡിറ്റിന്റെ കാര്യത്തില് എന്താ പറയാ, നല്ല രീതിയിൽ കേസ് വന്നിട്ടുണ്ട് ഈ എക്സ്പോസിങ്. അതേപോലെ തന്നെ അണ്ണൻ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി, പണ്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ഒക്കെ എടുക്കുന്ന സമയത്ത്, ഇൻസ്റ്റഗ്രാം നമുക്ക് തുറക്കുന്ന സമയത്ത് അതിനകത്ത് വളരെയധികം നിങ്ങൾ നല്ല ഹേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള കണ്ടന്റുകളായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം അങ്ങനെയാണ് ഇതിന്റെ ആൽഗോരിതം വർക്ക് ആവുന്നത്. അതേപോലെ തന്നെ അണ്ണന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അണ്ണൻ പ്രൈവസിക്ക് പ്രൈവസിക്ക് അണ്ണന്റെ നിഘണ്ടുവിലില്ലാത്തൊരു സാധനമാണ്. പ്രൈവസിക്ക് അങ്ങനെ ഇതൊന്നും കൊടുക്കില്ല. അതേപോലെ തന്നെ നമ്മുടെ ആൽഗോരിതം അനുസരിച്ച് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പുള്ളി ചെയ്യും. അതായത് നമ്മളിപ്പം റേജ് ബൈറ്റിംഗ് ആയിട്ടുള്ള കണ്ടിട്ട്, അതേപോലെ തന്നെ ഇത് ഹേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ അന്ന് നല്ല രീതിയിൽ തന്നെ അത് വാരി വിതറിയാൻ ഇട്ട് തരും. അങ്ങനെ കുറേയധികം ഗുണങ്ങളുള്ള ഒരു നല്ല സ്ഥാപനത്തിന്റെ ഉടമയാണ്. പക്ഷെ കുറേയധികം നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ അണ്ണന്റെ ഈ പ്രൈവസി പരിപാടിയൊന്നും എനിക്ക് അത്ര താല്പര്യമുള്ളതല്ല അണ്ണന്റെ.